Behold the souls here rest in peace, for we shall not repeat the evil. നിങ്ങൾ സമാധാനമായി വിശ്രമിക്കൂ, തെറ്റ് നാം ആവർത്തിക്കാതിരിക്കട്ടെ. ജപ്പാനിലെ ഹോൺഷു ദ്വീപിലെ നഗരമായ ഹിരോഷിമയിലാണ് ലോകത്തെ ആദ്യത്തെ ആറ്റം ബോംബ് വീണത്. നിഷ്കളങ്കരായ ജനതയ്ക്കുമേൽ സാമ്രാജ്യത്വം ചൊരിഞ്ഞ കൊടും ക്രൂരത. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ ഒരു കാലഘട്ടമായിരുന്നു 1939 മുതൽ 1945 വരെയുള്ള രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലം. ലോകത്തിലെ മിക്ക രാഷ്ട്രങ്ങളും രണ്ട് ചേരിയായി നിന്ന് നടത്തിയ ഒരു യുദ്ധമായിരുന്നു അത്. 30 രാജ്യങ്ങളിലെ 10 കോടി ജനങ്ങൾ നേരിട്ട് പങ്കെടുത്ത ഈ യുദ്ധത്തിൽ അതിലെ പ്രധാന രാജ്യങ്ങൾ അവരുടെ സാമ്പത്തിക, വ്യാവസായിക, ശാസ്ത്രീയ കഴിവുകൾ മുഴുവൻ ഉപയോഗപ്പെടുത്തി യോദ്ധാക്കളെന്നോ സാധാരണ ജനങ്ങളെന്നോ വ്യത്യാസമില്ലാതെ നടത്തിയ വിനാശകരമായ കടന്നുകയറ്റമായിരുന്നു അത്. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. ജർമ്മനിയും ഇറ്റലിയും ഒക്കെ അമേരിക്കയ്ക്ക് കീഴടങ്ങിയിരുന്നു. പക്ഷേ ജപ്പാൻ മാത്രം അതിന് ഒപ്പുവെക്കാൻ തയ്യാറായിരുന്നില്ല. ജപ്പാൻ സൈനികർ പോരാളിത്തത്തോടെയും ആത്മഹത്യാഭാവത്തോടെയുമാണ് പോരാടിയത്. അതിനാൽ തന്നെ അമേരിക്കയും അതിന്റെ മേധാവിത്വം നിലനിർത്താൻ ശക്തമായൊരു നീക്കം തയ്യാറാക്കി. അതിന്റെ ലക്ഷ്യമാകട്ടെ യുദ്ധം ത്വരിതമായി അവസാനിപ്പിക്കണം. ലക്ഷങ്ങൾ മരണപ്പെടുന്ന ഒരു ഭൂമി ആക്രമണം ഒഴിവാക്കണം. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലെ കറുത്ത ദിനം. ജപ്പാനിലെ ഏറ്റവും ഭീകരമായ ദിവസം. സമയം രാവിലെ 8:15. ഒരു സുഖമുള്ള പ്രഭാതം സ്വപ്നം കണ്ടുണർന്ന ജപ്പാൻ ജനത നിമിഷങ്ങൾ കൊണ്ട് ഇരുണ്ടുമൂടിയ സമയം. സൂര്യന്റെ സുവർണ രശ്മികൾ പരന്ന ഒരു നാട് മുഴുവൻ പിന്നീട് വിഷപ്പുകകൾ കൊണ്ട് നിറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെ പരാജയപ്പെടുത്താൻ അമേരിക്ക കണ്ടെത്തിയ ഏറ്റവും അവസാനത്തെ മാർഗമായിരുന്നു ആ അണുബോംബ് സ്ഫോടനം. E=mc² എന്ന പ്രസിദ്ധമായ സമവാക്യം ദ്രവ്യമാന ഊർജ സമത്വത്തെ സൂചിപ്പിക്കുന്നു. ഭൗതിക ശാസ്ത്രജ്ഞനായ ഐൻസ്റ്റീന്റെ വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ വിവക്ഷകൾ ഒന്നാണ് ഈ സമവാക്യം. ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഇതേ സമവാക്യമാണ് ലിറ്റിൽ ബോയ് എന്ന അണുബോംബിലും ഉപയോഗിച്ചിരുന്നത്. യുറേനിയം 235 ഐസോട്ടോപ്പിനെ ലെഡ് കൊണ്ട് ആവരണം ചെയ്ത് നിർമ്മിച്ച ഈ ബോംബിന് 12,500 ടൺ പ്രഹരശേഷി ഉണ്ടായിരുന്നു. 1945 ഓഗസ്റ്റ് 6 അണുബോംബ് വഹിച്ചുകൊണ്ടുള്ള ഇനോള ഗേ എന്ന ബോംബർ വിമാനം പോൾ ടിബറ്റ്സിന്റെ നേതൃത്വത്തിൽ ടേക്ക് ഓഫ് ചെയ്യുന്നു. പസഫിക്കിലെ ടിനിയൻ ഐലൻഡിൽ നിന്നുമായിരുന്നു ആ ടേക്ക് ഓഫ്. അങ്ങനെ പോൾ ടിബറ്റസ് ഹിരോഷിമയെ ലക്ഷ്യമാക്കി ഇനോള ഗേ പറത്തി. രാവിലെ 7 മണിക്ക് അമേരിക്കൻ വിമാനം ഹിരോഷിമയെ സമീപിക്കും. നഗരമൊഴിയാൻ താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ലഘുരേഖകൾ വിമാനത്തിൽ നിന്ന് ഉപേക്ഷിക്കുകയും ചെയ്തു. ഹിരോഷിമയെ അമേരിക്കൻ സൈനികർ ലക്ഷ്യം വെക്കുന്നുണ്ടെന്നും മാരകമായ ആ ബോംബിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടെ നിന്ന് മാറണമെന്നും ആ ലേഖയിൽ ഉണ്ടായിരുന്നു. സമയം കൃത്യം 8:15. ലിറ്റിൽ ബോയെ പാരച്യൂട്ടിൽ കയറ്റി താഴേക്കിട്ടു. അതിനും പ്രത്യേക ലക്ഷ്യം. പാരച്യൂട്ടിലെ വിമാനം തകരും. പാരച്യൂട്ട് താഴെ എത്തുന്ന സമയം കൊണ്ട് ബോംബർ വിമാനം പറന്നകന്നു. ഹിരോഷിമയ്ക്ക് 1900 അടി, അതായത് ഏകദേശം 580 മീറ്റർ മുകളിൽ വെച്ച് ലിറ്റിൽ ബോയ് പൊട്ടിത്തെറിച്ചു. അതൊരു തീഗോളമായി മാറി. ആ പൊട്ടിത്തെറിയിലൂടെ മർദ്ദമുള്ള തരംഗം അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. അങ്ങനെ ആ നഗരത്തെ ആ ചെറിയ ആൺകുട്ടി വിഴുങ്ങി. ദശലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് ആണ് ആ ചൂടിന്റെ അളവ്. കിലോമീറ്ററുകളോളം തീ സഞ്ചരിച്ചു. 70,000 മുതൽ 80,000 വരെ ആളുകൾ തൽക്ഷണം മരിച്ചു. 10,000 ആളുകൾക്ക് പരിക്കേറ്റു. അതിനുശേഷവും നിരവധി മരണങ്ങൾ. ദിവസങ്ങളും മാസങ്ങളും അതിജീവിച്ച് പിന്നെയും മരണങ്ങളുണ്ടായി. നേരിട്ട് അണുബോംബ് ഏറ്റുമരിച്ചവരും പ്രഹരശേഷിയാൽ റേഡിയേഷൻ ഏറ്റുമരിച്ചവരും അനുബന്ധ രോഗങ്ങൾ ബാധിച്ചു മരിച്ചവരും നിരവധി. 1945 ഓഗസ്റ്റ് 9 രാവിലെ ജപ്പാനിലെ നാഗസാക്കിയിൽ അമേരിക്ക രണ്ടാമത്തെ അണുബോംബ് വർഷിച്ചു. ഹിരോഷിമയിൽ ഓഗസ്റ്റ് 6 അണുബോംബ് ആക്രമണം നടത്തി ദിവസങ്ങളുടെ ഇടവേളയിലാണ് നാഗസാക്കിയിലും ദുരന്തം തീർത്തത്. 4630 കിലോ ടൺ ഭാരവും ഉഗ്രസ്ഫോടന ശേഷിയുമുള്ള ഫാറ്റ്മാൻ എന്നറിയപ്പെടുന്ന പ്ലൂട്ടോണിയം ബോംബാണ് നാഗസാക്കിയെ അഗ്നിക്കിരയാക്കിയത്. ബ്രിഗേഡിയർ ജനറൽ ചാൾസ് സ്വിനിയാണ് വിമാനം പറപ്പിച്ചിരുന്നത്. കോക്കുറ നഗരത്തിലുള്ള ജപ്പാന്റെ ആയുധ സംഭരണശാലയായിരുന്നു ആദ്യ ലക്ഷ്യം. വ്യവസായശാല കൂടിയായിരുന്ന കോക്കുറ നഗരത്തിലെ വ്യവസായശാലകളിൽ നിന്ന് ഉയർന്ന പുക കൊണ്ട് അന്തരീക്ഷം നിറഞ്ഞിരുന്നു. അതിനാൽ തന്നെ ലക്ഷ്യസ്ഥാനം നിർണ്ണയിക്കാൻ സ്വിനിയുടെ നേതൃത്വത്തിലുള്ള വൈമാനികർക്ക് കഴിഞ്ഞില്ല. ജപ്പാന്റെ വിമാനവേദ തോക്കുകൾ ഗർജിക്കാൻ തുടങ്ങിയതോടെ കോക്കുറയെ ഉപേക്ഷിച്ച് വിമാനം നാഗസാക്കിയിലേക്ക് പറന്നു. അങ്ങനെ കോക്കുറയുടെ ഭാഗ്യം നാഗസാക്കിയുടെ നിർഭാഗ്യമായി.
4.5 മൈൽ ചുറ്റുമുള്ള സർവ്വതും തകർന്നു. സെപ്റ്റംബർ 2 ജപ്പാൻ ഔദ്യോഗികമായി കീഴടങ്ങി. അതോടെ 2ാം ലോക മഹായുദ്ധത്തിന് തിരശീല വീണു. 80,000-ഓളം മനുഷ്യജീവനുകളാണ് നാഗസാക്കിയിലെ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. ജപ്പാനെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചതും വേദനിപ്പിച്ചതുമായിരുന്നു ഈ ആക്രമണങ്ങൾ. ജീവനോട് ബാക്കിയായവർ അനുഭവിച്ച വേദനയും യാതനയും അവർണ്ണനീയമായിരുന്നു. 3.5 ലക്ഷം പേരുള്ള നഗരത്തിൽ മരിച്ചവരുടെ എണ്ണം ആ വർഷം അവസാനമായപ്പോഴേക്കും 1,40,000-ആയി. ആണവ പ്രസരം മൂലമുണ്ടായ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പിന്നെയും ദശലക്ഷങ്ങളോളം ആളുകൾ മരിച്ചുകൊണ്ടിരുന്നു. 2 അണുബോംബുകളുടെയും 1/3 ഭാഗം മാത്രമായിരുന്നു പൊട്ടിയത്. എന്നിട്ടും ഇത്രയേറെ നാശനഷ്ടങ്ങൾ ജപ്പാനിലുണ്ടായി. ലോകത്തിൽ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നായി മാറിയ ജപ്പാൻ ആണവ തീക്കുള്ളിൽ പടർന്നു വളർന്ന ഒരു ജീവചരിത്രമാണ്. എന്നാൽ ആ തീ വരാതെ നിന്നിരുന്നുവെങ്കിലോ യുദ്ധം മാസങ്ങളോ വർഷങ്ങളോ നീണ്ടേനെ. ജപ്പാൻ 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടേനെ. യുദ്ധശേഷം ജപ്പാനെ നിലനിൽപ്പിലേക്ക് അമേരിക്കൻ സഹായം നയിച്ചു. അതില്ലെങ്കിൽ ഇന്ന് ജപ്പാൻ ഇലക്ട്രോണിക്സിന്റെയും കാറിന്റെയും രാജാവായിരിക്കില്ലായിരുന്നു. ഹിറോഷിമയും നാഗസാക്കിയും ജപ്പാനെ മനസ്സിലാക്കിയിരിക്കുന്നു. യുദ്ധത്തിൽ വിജയമില്ല, വെറും നാശം മാത്രം. ആ അനുഭവം ഇല്ലായിരുന്നെങ്കിൽ ജപ്പാൻ ഇന്ന് കൂടുതൽ സൈനിക ശക്തിയാകാൻ ശ്രമിച്ചേനെ. ആണവ ബോംബ് മനുഷ്യനെ ചെളിയിലാക്കിയെങ്കിലും അതിന്റെ വേദന ജപ്പാനെ ഉയർത്തി ഒരു സമാധാന രാഷ്ട്രമായി. അതിനു പകരം ഒരു നീണ്ട യുദ്ധം, വിഭജനം, പിന്നാക്കം എന്നിവയായിരുന്നു ഇന്ന് നമ്മുടെ ചരിത്രപാഠങ്ങൾ. ഒരു ബോംബ് ലോകത്തെ മാറ്റി. അതില്ലായിരുന്നെങ്കിൽ അത്ര വലിയ ജപ്പാൻ ഇന്ന് ഉണ്ടാകുമായിരുന്നു. ഹിറോഷിമയും നാഗസാക്കിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നാണ്: യുദ്ധത്തിൽ ജയിക്കുന്നവരില്ല, എല്ലാവരും പരാജിതരാകുന്നു. ഇനി ഒരിക്കലും ആ ചരിത്രം ആവർത്തിക്കപ്പെടരുത്. അങ്ങനെ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ.